ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ വർഷയെയും ശ്രീകാന്തിനെയും വീട്ടിലേക്ക് കൊണ്ടേയാക്കാമെന്നൊക്കെ മഹിമ പറഞ്ഞിട്ടുണ്ട്. പാവൻ ചന്ദ്രയാണെങ്കിലോ അത് മഹിമയുടെ ഒരു കെണിയാണെന്നറിയാതെ എല്ലാം കൂടി സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങുന്നുണ്ട്. മഹിമയ്ക്ക് അത് ഉള്ളിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷയെ വീട്ടിലേക്ക് കൊണ്ടേയാക്കുക, അതിനുശേഷം ചേട്ടനനിയന്മാർ തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കുക, അങ്ങനെ രവീന്ദ്രൻ ഒറ്റപ്പെട്ട് മക്കളെല്ലാം ഉപേക്ഷിച്ച് പോകുമ്പോഴുള്ള ആ വിഷമം അത് രവീന്ദ്രനെ കൊണ്ട് അനുഭവിപ്പിക്കുക എന്നൊരു ഒരു ഉറച്ച തീരുമാനത്തോട് കൂടിയിട്ടാണ് മഹിമ വർഷയെ രവീന്ദ്രന്റെ വീട്ടിലേക്ക് കൊണ്ടയാക്കാൻ സമ്മതിച്ചിരിക്കുന്നത്. എന്തായാലും ചന്ദ്ര ഉദ്ദേശിച്ച പോലെ തന്നെ ചന്ദ്രക്ക് പ്രിയപ്പെട്ട ഒരു മരുമകൾ കൂടി ഇതേ വീട്ടിലേക്ക് വരാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ മഹിമയും മധുസൂദനും കൂടെ കൂടിയിട്ട് വർഷയെയും ശ്രീകാന്തിനെയും കൂടി വീട്ടിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ വന്നതിന്റെ പിറ്റേ ദിവസം ദേവതി അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ നന്നായിട്ട് തന്നെ വർഷയുടെ കാര്യങ്ങളൊക്കെ നോക്കണം, നല്ല ഫുഡ് ഉണ്ടാക്കണം, അത് നിന്നെ പോലെയുള്ള ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പെണ്ണല്ല, അവിടെ നല്ല പണക്കാരിയായിട്ടുള്ള ഒരാളുടെ മോളാണ്. അപ്പൊ അതേ രീതിക്ക് വർഷയെ നോക്കണം. മാത്രമല്ല നീ വലിയ കാര്യമായിട്ടൊന്നും അടുപ്പൊന്നും അവളോട് കാണിക്കണ്ട. കാരണം ചന്ദ്ര ചിന്തിക്കുന്നത് രേവതിയായിട്ട് അടുപ്പം കൂടി കഴിഞ്ഞാൽ ചന്ദ്രയെയും ശ്രുതിയെയും വർഷയുടെ അടുത്ത് നിന്ന് അകറ്റാനൊരു പദ്ധതി വല്ല പ്ലാൻ ചെയ്താലോ എന്നൊക്കെ ഒരു വിചാരം ചന്ദ്രയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, നീ വലിയ കാര്യമായിട്ടൊന്നും വർഷയായിട്ട് കമ്പനി ആവേണ്ട, വലിയ അത്യാവശ്യത്തിന് മാത്രം, അതായത് ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പോൾ ഭക്ഷണം എടുത്തു വെക്കുന്ന സമയത്ത് വർഷയെ ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് അതുപോലെ മാത്രം മിണ്ടിയാൽ മതി, അല്ല വേറെ കമ്പനിക്കൊന്നും നീ പോകണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അത് രേവതി ചോദിക്കുന്നുണ്ട്, അതെന്താമ്മേ ഞാൻ മിണ്ടിയ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ നീ മിണ്ടണ്ട, അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, നിന്നെപ്പോലെ ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ നിന്ന് വന്ന പെണ്ണല്ല അവളുടെ സ്റ്റാൻഡിനിട്ട് സംസാരിക്കാൻ നിനക്കറിയില്ല എന്നൊക്കെ പറഞ്ഞത് ഒരുപാട് രേവതിയുടെ കുടുംബത്തെയൊക്കെ താഴ്ത്തിക്കെട്ടി സംസാരിക്കാറുണ്ട് ചന്ദ്ര. അപ്പൊ ഇവര് തമ്മിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വർഷ അവിടെ നിന്ന് കടന്നു വരുന്നത്. വർഷയുടെ ചെവിയിൽ ഫോൺ ഉണ്ടാവും. വർഷ പറയുന്നുണ്ട്, എനിക്കിനി നിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല, നീ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ എന്നോട് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടുകൂടി തന്നെ അവിടെ നിന്ന് പോവാണ്. വർഷ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്ര ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് രേവതിയായിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇനി വല്ലതും പോയി പറഞ്ഞു അവളോട്, അവളിനി ഇവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുന്ന എന്തുകൊണ്ട് എന്റെ മോനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതാണല്ലോ അവൾ പറയുന്നത്, നീ എന്താ എന്റെ മരുമോളോട് പറഞ്ഞത് എന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, അമ്മയ്ക്ക് കണ്ണില്ലേ, ഞാൻ ഇത്ര നേരം അമ്മയുടെ അടുത്തല്ലേ നിന്നുകൊണ്ടിരുന്നത്, എന്റെ കയ്യിൽ ഫോൺ ഉണ്ടോ, ഇല്ലല്ലോ, പിന്നെ എന്തിനാ അമ്മ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ എന്താ സംഭവം എന്ന് അറിയാനായിട്ട് ചന്ദ്ര പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ശ്രീകാന്ത് അവിടെ ഫോണിൽ കുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ശ്രീകാന്തിനോട് ചോദിക്കുകയാണ്, എന്താടാ എന്റെ മരുമോള് പോണെന്ന് പറഞ്ഞത്, വർഷ പറഞ്ഞു നീയുമായിട്ടുള്ള ജീവിതം അടുത്ത് പോണെന്നാണല്ലോ പറയുന്നത്, എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് അറിയില്ല എന്ന മട്ടിലിരിക്കുകയാണ്. അന്നേരമാണ് വർഷ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴത്തേക്ക് വർഷയോടായിട്ട് വലിയ സ്നേഹത്തോട് തന്നെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നിനക്കിവിടെ എന്താ പ്രശ്നം പറ്റിയത്, ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും ചീത്തയായിട്ട് പെരുമാറിയോ, ഈ രേവതി നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ, അവൾ അങ്ങനെയാണ്, അവൾക്ക് ആരോട് എന്താ പെരുമാറേണ്ടതെന്ന് അറിയില്ല, അവൾ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അവളെ കൊണ്ട് ഞാൻ ക്ഷമ ചോദിപ്പിച്ചോളാം, മോള് പോവരുത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വർഷയ്ക്ക് എന്താന്ന് കാര്യം മനസ്സിലാവുന്നില്ല. അപ്പോഴത്തേക്കും വർഷ ചോദിക്കുന്നുണ്ട്, ആന്റി എന്താ പറയുന്നത്, എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും മോളിപ്പോൾ ഫോൺ വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടല്ലോ, എനിക്ക് ജീവിതം അടുത്തു, ഇനി നിന്റെ കൂടെ ജീവിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ആന്റി അത് ഞാൻ വേറെ ആരോടും അല്ല പറഞ്ഞത്, ഇന്ന് വൈകുന്നേരം ഒരു പ്രൊമോ പോകാനുണ്ട്, അതിന്റെ ഡബിങ്ങിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡാണ് ഞാൻ ഇവിടെ നിന്ന് നടത്തിയത്, ഇതിപ്പോൾ പ്രൊമോ ആയതുകൊണ്ട് തന്നെ ഫോണിൽ കൂടെയുള്ള റെക്കോർഡിംഗ് ഒക്കെ മതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്നൊക്കെ വർഷ പറയുമ്പോഴാണ് ചന്ദ്രയ്ക്ക് സമാധാനമാവുന്നത് കേട്ടോ. അപ്പോൾ പെരുന്നാൾ വന്നാലും ഉത്സവം വന്നാലും ചെണ്ടയ്ക്ക് റെസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ പോലെ